ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ മിന്നൂസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു 3:30 ഒക്കെ നേരമായിട്ടുണ്ട്. നമ്മളിത് അമ്പടൂനെ അംഗനവാടിയിൽ നിന്ന് കൂട്ടാൻ പോവുകയാണ്. അമ്പടു അംഗനവാടി പോകാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ അവനെ കൂട്ടാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ ഞാനെന്തായാലും ഓഫീസൊക്കെ ലീവാണ്. അപ്പോൾ പിന്നെ എന്തായാലും പോവാമെന്ന് വിചാരിച്ച് രാവിലെ ഏട്ടനാക്കി കൊടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് 3 മണി 3:15 അവനെ കൂട്ടാൻ വേണ്ടി പോയതാണ്. അവൻ്റെ ഫ്രണ്ട് കുഞ്ഞൂസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരവിടെ നല്ല കളിയിലായിരുന്നു. പിന്നെ അവന് കളിയില്ല, അവൻ ഭയങ്കര കരച്ചിലൊക്കെയാണ് കേട്ടോ. പിന്നെ ഞാൻ പോവുമെന്നുള്ള പേടിയിൽ ജനഗണമന ചൊല്ലാൻ വേണ്ടി ഇരിക്കുകയാണ്. അതാണ് ആ കാണുന്നത്. നമ്മുടെ എവിടെ പോയി വരിക? എവിടെ പോയത്? ഇപ്പം അമ്പടും എവിടെയായിരുന്നു? എന്തിനാ കരഞ്ഞിരുന്നാ? എങ്ങനെ കരഞ്ഞ്? കള്ളച്ചക്ക എന്താ മാമ തിന്നിരുന്നേ? മാമ എന്താ തിന്നിരുന്നെന്ന്? അമ്പടും അംഗനവാടി പോകാൻ തുടങ്ങി കേട്ടോ. ഇന്നലെ മുതലായിരുന്നു. ഇന്നലത്തെ പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അയ്യോ, ഇന്നലെ ഭയങ്കര പാട്ടും ഗാനമേളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അമ്പടു ഓക്കെ പറയ്, എന്തായിരുന്നു ഫുഡ് എന്തായിരുന്നു? മുട്ട ഉണ്ടായിരുന്നോ? മുട്ട ഉണ്ടായിരുന്നോ? പിന്നെന്താ ഉണ്ടായിരുന്നു? മാമ ഉണ്ടായിരുന്നിട്ടോ. അന്ന് ഒരിക്കൽ മുട്ട ബിരിയാണി ആയിരുന്നു. പിന്നെന്തായിരുന്നു? മാലു ഉണ്ടായിരുന്നോ? മാലു പാലുണ്ടായിരുന്നെന്ന് പറയണത്. പാലുണ്ടായിരുന്നില്ലേ? അടിപൊളി. വാ പറഞ്ഞിരുന്നോ? എന്തിനാ കരഞ്ഞിരുന്ന്? എന്തിനാ കരഞ്ഞത്? എന്തിനാ അതിന് കരഞ്ഞത്? അംഗനവാടി പോയി എന്തിനാ കരയണത്? ഞങ്ങളെ വീട്ടിലേക്ക് നടക്കുക ഗൈസ്. ഇവനാണെങ്കിൽ നടക്കൂല. കള്ളച്ചക്കൻ. അപ്പോൾ നമ്മളിതാ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് വന്ന് അമ്പടുന്ന് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒരു ഗ്യാസിൻ്റെ പ്രശ്നമുണ്ട് കേട്ടോ. വയറിങ്ങനെ നിറയുക, അത് വേദന ആക്കിയായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ അവൻ തീരെ ഫുഡ് കഴിക്കണമൊന്നുമില്ല. അങ്ങനെയായിട്ട് നമ്മളൊരു ട്രിപ്പൊക്കെ ഇട്ട് അങ്ങനെ ആളവിടെ കിടത്തിയിരിക്കുകയാണ് കേട്ടോ. ട്രിപ്പൊക്കെ ഇട്ട് പക്ഷെ ആൾ തീരെ സമ്മതിക്കില്ല. ഫോണൊക്കെ ഇട്ടുകൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാണ്. ഞാനും അമ്മയും കൂടി എൻ്റെ അമ്മേനെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വന്നതായിരുന്നു കേട്ടോ. അപ്പോഴാണ് പിന്നെ കാണിക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ തലേദിവസമൊക്കെ വന്ന് കാണിച്ചതാണ് കേട്ടോ. അവന് ഫുള്ള് ക്ഷീണവും കാര്യങ്ങളായിട്ട് ഇപ്പോൾ അങ്ങനെ ഫോണ് കാണുന്നതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നത്. ഫുള്ള് കരച്ചിലായിരുന്നു കേട്ടോ. 3-4 വട്ടം ആളെ കുത്തി. ചെറിയ കുഞ്ഞ് വെയിനല്ലേ, അപ്പോൾ അതൊന്നും കിട്ടാഞ്ഞിട്ട് 3-4 വട്ടം ആളെ കുത്തി കേട്ടോ. അങ്ങനെ പിന്നെ അച്ഛനെ വിളിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കാണിച്ച് അമ്മേനെ കണ്ട് റിട്ടേൺ വരുമ്പം ഹോസ്പിറ്റലിൽ കാണിച്ചു. പിന്നെ അച്ഛനെയൊക്കെ വിളിച്ചിട്ട് പിന്നെ പേടിയാവും. ആരും ഇല്ലെങ്കിൽ ഒരു സമാധാനക്കേടാണല്ലോ. അമ്മയ്ക്കാണെങ്കിൽ കൈ പൊട്ടിയിരിക്കുകയല്ലേ. അപ്പം ഞാനും അമ്മയും ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഏട്ടൻ വന്ന് കൊണ്ടുപോയി. അമ്മേനെ അങ്ങോട്ട് കൊണ്ടുപോയി. എല്ലാവരും കൂടി വരേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ പിന്നെ അച്ഛനും ഞാനും മാത്രമായിട്ടോ. പിന്നെ കുറേ നേരം ഏട്ടൻ വർക്ക് കഴിഞ്ഞാൽ എന്തായാലും നേരം വൈകും എന്ന് പറഞ്ഞു. എന്നാൽ ഇതിന് കുറച്ച് ടൈം എടുക്കും. മെല്ലെയാണ് മരുന്നൊക്കെ കുത്തിയിട്ടുണ്ട്, മെല്ലെ കയറത്തുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ഒരു 12:30-1 മണി നേരമൊക്കെ ഏട്ടൻ വന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് അത് കഴിഞ്ഞത് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ആൾ ഉഷാറായി. ആൾ കുറച്ച് നേരം ഉറങ്ങി. അപ്പോൾ പിന്നെ കുറച്ചൊരു ഉഷാറൊക്കെ ആയി. ഇവിടെ കുത്തി എന്നൊക്കെ പറയുകയാണ് കേട്ടോ. നല്ല വേദനയായിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ, നമുക്ക് വേദന നോക്കിയിട്ട് കാര്യമില്ലല്ലോ. കുട്ടീൻ്റെ അസുഖം മാറി കിട്ടണ്ടേ. അപ്പോൾ വേഗം ഒന്ന്
ഇഞ്ചക്ഷനും മരുന്നൊക്കെ തന്നിട്ടുണ്ട്. നമുക്ക് ഇഞ്ചക്ഷനൊക്കെ വെച്ചപ്പം ആൾ ഒരു ഓക്കെ ആയിട്ടുണ്ട്. ഗ്ലൂക്കോസൊക്കെ കയറ്റിയപ്പോൾ ഗ്ലൂക്കോസ് പകുതി കുപ്പി കേട്ടോ കയറ്റിയത്, ഫുള്ളായിട്ട് കയറ്റണ്ടെന്ന് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് പോന്നു, ഡിസ്ചാർജായി നമ്മൾ പോകുന്നു കേട്ടോ. ഇന്നലെ നമ്മൾ മറ്റേ വീഡിയോ എടുത്തിരുന്നു, നമ്മൾ അമ്പുവിനെ അംഗനവാടിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുന്ന വീഡിയോ ഒക്കെ എടുത്തിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു സ്റ്റോറി ആയിരുന്നു. സ്റ്റോറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ അംഗനവാടിയിൽ നിന്ന് അവനെ കൂട്ടിക്കൊണ്ടുവന്ന് സാധാ പോലെ ഞാനൊരു ഈവനിങ് ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. നമ്മൾ അതിൻ്റെ മുന്നത്തെ ദിവസമായിരുന്നു അവനെ ഫസ്റ്റായിട്ട് അംഗനവാടിയിൽ ആക്കാൻ തുടങ്ങിയത്. അപ്പോൾ അവന് കുറച്ച് ദിവസമായിട്ട് കുറച്ച് ദിവസം മീൻസ് ഒരു കഴിഞ്ഞ ശനിയാഴ്ച അല്ല, അതിൻ്റെ മുന്നത്തെ ശനിയാഴ്ച അമ്പുവിനിവിടെ തലയ്ക്ക് ഇവിടെ ടൈലിൻ്റെ ഇത് പറ്റിയിട്ട് തലയ്ക്ക് ഇവിടെ മുറി പറ്റി. അങ്ങനെ സ്റ്റിച്ചൊക്കെ ഇട്ട് സ്റ്റേപ്ലറൊക്കെ അടിച്ചപ്പോൾ അതിൻ്റെ കൂടെ ആൻറ്റിബയോട്ടിക്കൊക്കെ മരുന്നൊക്കെ എഴുതി തന്നിരുന്നു. അപ്പോൾ അതൊരാഴ്ച കുടിച്ച് ആൾക്ക് മാറി. അതിൻ്റെ ഇടയിൽ അമ്പു ഭക്ഷണം കഴിക്കൽ ഒക്കെ നിന്ന്. ആൻറ്റിബയോട്ടിക് കഴിക്കാൻ തുടങ്ങിയപ്പോൾ അമ്പു ഭക്ഷണം കഴിക്കണതും എല്ലാതും കുറഞ്ഞിങ്ങനെ വന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചെന്താ ആൻറ്റിബയോട്ടിക് കഴിക്കണതിൻ്റെ ആയിരിക്കും. പിന്നെ ആൾ തീരെ കഴിക്കില്ല. പിന്നെ ഫുള്ള് ഛർദിയായപ്പോൾ പിന്നെ അങ്ങനെ ഉണ്ട്. എന്നാലും ഞങ്ങൾ അങ്ങനെ വലുതാക്കി മൈൻഡ് ചെയ്തില്ല. ആൾ കഴിക്കണൊക്കെ ഉണ്ട്, എന്നാലും വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്. കഞ്ഞിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കഞ്ഞീൻ്റെ വെള്ളം കുടിക്കും. വറ്റതൊക്കെ ഫുഡൊക്കെ വായിൽ വെച്ചിട്ട് അത് ഇങ്ങനെ വായിൽ വയ്ക്കും, വെള്ളം മാത്രം ഇറക്കും. അപ്പോൾ അങ്ങനെ ആയപ്പോൾ നമ്മളെന്ത് ചെയ്താറോ, ഇങ്ങനെ മാറണേ ഇല്ല, ഇങ്ങനെ അങ്ങനെ തന്നെ ആവുക, വയറിങ്ങനെ വീർക്കുക. അപ്പോൾ അതൊക്കെ ആയിട്ട് 2 ദിവസമായി. ഇപ്പം മിനിയാന്ന് അമ്പുവിനെ അംഗനവാടിയിൽ കൊണ്ടാക്കാനാവുമ്പോഴാണ് വയറ് വീർക്കാൻ തുടങ്ങിയത്. എന്നാലും ഞാനങ്ങനെ അവന് ഭക്ഷണം കഴിച്ചാലും വേറെ അങ്ങനെ വീർക്കണമെന്നാണ്. പക്ഷെ ഭക്ഷണവും കഴിച്ചിട്ടില്ല. ഒരപ്പത്തിൻ്റെയൊക്കെ പകുതിയൊക്കെ കഴിക്കുക, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ പകുതി കഴിച്ചപ്പോൾ പിന്നെ എന്നാലും വിശന്ന് ചിലപ്പോൾ കഞ്ഞി കുടിച്ചോളും വിചാരിച്ചാണ്. ആൾ പിന്നെയും അങ്ങനെ തന്നെയൊക്കെ കഴിക്കാൻ. എന്നാലും രാവിലെ ആ പകുതി കഴിച്ചിട്ട് അംഗനവാടി പോയി. ആൾ അംഗനവാടിക്ക് പോകുമ്പോൾ എന്നും കരയണതാണ്. കരഞ്ഞു പോയി. അവിടെ എത്തിയിട്ടും ആൾ ഓക്കെ ആവില്ല, ഭയങ്കര അലമ്പ് പോലെ. ഉച്ചയ്ക്ക് കൂട്ടി കൊണ്ടുവന്ന് ഫുഡൊക്കെ കൊടുക്കുമ്പോൾ അംഗനവാടിയിലത്തെ ആൻറ്റി പറഞ്ഞ അവൻ്റെ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ നോക്കാനിക്കാൻ വരുന്നുണ്ട്. ഇവിടുന്ന് നോക്കാനിക്കാനൊക്കെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ. പിന്നെ അത് കഴിഞ്ഞ് അന്ന് അങ്ങനെ അവിടുന്ന് അംഗനവാടിയിൽ നിന്ന് പോകുന്നു. പിന്നെ ഇന്നലെ അമ്പുവിന് ഇതേപോലെ ഭക്ഷണമൊന്നും കഴിക്കില്ല, കഞ്ഞി കുടിക്കില്ല. നമ്മൾ വിചാരിച്ച ആൻറ്റിബയോട്ടിക്കൊക്കെ ചെന്നതല്ലേ, കുറച്ച് വിശപ്പൊക്കെ വന്നോളും ഒക്കെ വിചാരിച്ച്. അങ്ങനെ ഇന്നലെല്ലാം മിനിയാന്ന് രാത്രി ഞങ്ങൾ കൊണ്ടുപോയിരുന്നു. ഇതേപോലെ അംഗനവാടി ഫസ്റ്റ് പോയ അംഗനവാടി ജൂൺ 2-ാം തീയതി അല്ല 3-ാം തീയതി കൊണ്ടുപോയി. 3-ാം തീയതി രാത്രി കൊണ്ടുപോയപ്പോൾ അവിടുത്തെ ഡ്യൂട്ടി ഡോക്ടറാണ്, നമ്മുടെ ചെട്ടിപ്പടി നസിയല കൊണ്ടുവരുന്നത്. അവൻ അവിടെയാണ് കാണിക്കൽ കേട്ടോ, അവിടുത്തെ പീഡിയാട്രിഷ്യനാണ് കാണിക്കൽ. ആദ്യം നമ്മൾ ലൈലാസിലായിരുന്നു കാണിച്ചിരുന്നത്. ഡെലിവറി കഴിഞ്ഞ അവിടെ തന്നെയുള്ള മോനെ കുഞ്ഞാപ്പിളെ നോക്കിയിരുന്ന ഡോക്ടറാണ്. 2.5 വയസ്സ് വരെ അവിടെ തന്നെ ഇരുന്ന് കാണിച്ചത്. പിന്നെ ഡോക്ടർ അവിടെ നിന്ന് പോയി. അപ്പോൾ പിന്നെ നമ്മൾ ഇവിടെ നസിയയ്ക്ക് മാറ്റി. നസിയയിൽ നല്ല പീഡിയാട്രിഷ്യനൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ പോയ സമയം രാത്രിയായിരുന്നു, 12 മണിക്കായിട്ടുണ്ട്. നട്ടപ്പാതിരയ്ക്ക് പോയി കാണിച്ച് ഇതേപോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഇങ്ങനെ മരുന്നൊക്കെ കുടിച്ചിട്ട് പഴയ ചീട്ടൊക്കെ ഞാൻ കാണിച്ചു കൊടുത്ത്. അപ്പോൾ പറഞ്ഞ് ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഒരു പറഞ്ഞ് ട്രിപ്പിടാം, അപ്പോഴും പറഞ്ഞ് ട്രിപ്പിടാം, റെഡി ആയിക്കോളും എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇവന് അവിടുന്ന് മരുന്നൊക്കെ തന്നു. വേണ്ട ഇപ്പോൾ ട്രിപ്പ് ഇടണ്ട പറഞ്ഞേ ഏട്ടൻ. ഞങ്ങൾ പറഞ്ഞപ്പോൾ ട്രിപ്പ് ഇടണ്ട, മരുന്ന് മതി. അപ്പോൾ എന്നാൽ നാളെ കൊണ്ടുവന്നോളി പറഞ്ഞു. അങ്ങനെ മരുന്ന് തന്നതിൽ 2 കുപ്പി മരുന്ന് തന്നു. അതോടെ കൊണ്ടുവന്ന് മരുന്ന് കൊടുത്ത്, രാവിലെ മരുന്ന് കൊടുത്ത്. അത് കഴിഞ്ഞ ശേഷം വയറുവേദനൻ്റെ ഒരു മരുന്നുണ്ട്, സൈക്ലോഫോം പറഞ്ഞിട്ടുള്ള, അതും കൊടുത്ത്. പിന്നെ അങ്ങനെ ആൾ ഉറങ്ങി. രാവിലെ എണീച്ചിട്ട് വീണ്ടും തന്നെ വയറ് വീർക്കണേ, ഒരു മാറ്റമില്ല. ഈ മരുന്ന് കുടിച്ചിട്ടൊന്നും ഒരു മാറ്റമില്ല. രാവിലത്തേക്ക് മാറിക്കോളാനുണ്ട്, കുറവില്ലെങ്കിൽ കൊണ്ടുവന്നോണ്ടി പറഞ്ഞു. ഇന്നലെ കുട്ടീനെ അംഗനവാടി കൊണ്ടുപോകുന്നു. എന്നാൽ ഇവൻ അംഗനവാടിക്ക് കൊണ്ടുപോവുകയാണെന്ന് പറയുമ്പോൾ ഇവൻ ഓരോ ഇതുണ്ട് ഓരോന്ന് നോക്കുന്നുണ്ടെന്നൊക്കെ പറയും. നമ്മൾ ഏട്ടൻ അംഗനവാടി കൊണ്ടാക്കി കൊടുത്ത് പോന്ന്.
അങ്ങനെ അടുത്ത ടീച്ചർ വിളിച്ച് നോക്കുമ്പോഴും ആൾ കരയുണ്ട്, കുഴപ്പമൊന്നുമില്ല, എന്നാലും ഫുഡൊക്കെ കഴിക്കേണ്ടതാണ്. അത് കഴിഞ്ഞ് വൈകുന്നേരം ഇവിടെ വന്നപ്പോൾ കുട്ടീനെ അങ്കനവാടിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ഞാൻ പോയി. കുട്ടിക്ക് കണ്ണൊക്കെ ഇങ്ങനെ മാറി പോണ പോലെ ക്ഷീണം, ഭയങ്കര ക്ഷീണമായിപ്പോയി. എന്നാൽ കുറേ വയറ്റൊന്നും പോയി, അതുപോലെ ഛർദിയും അതൊക്കെ ഉണ്ടായിട്ട് കുട്ടി ക്ഷീണിച്ചു. പക്ഷെ കഞ്ഞിവെള്ളമൊക്കെ കൊടുക്കണുണ്ട്, പക്ഷെ അതൊന്നും കുട്ടിക്ക് ഏൽക്കണില്ല. ഭക്ഷണം നമ്മൾ വേണ്ടോളം കൊടുക്കുന്നുണ്ട്, പക്ഷെ കുട്ടി ഒന്നും കഴിക്കണില്ല. ചോറ് അങ്ങനത്തെ അല്ല, നമ്മൾ കഞ്ഞിന് ആ ക്ഷീണം പോയി കിട്ടാൻ ഒന്നും കഴിക്കില്ല. അങ്ങനെ ഇന്നലെ പിന്നെ ഞാനും അമ്മയും കൂടി എൻ്റെ അമ്മേനെ കാണാൻ വേണ്ടി, അമ്മേൻ്റെ കൈയിൻ്റെ എല്ല് പൊട്ടിയിട്ട്, ഇവിടെ കൈയിൻ്റെ എല്ല് പൊട്ടിയിട്ട് അമ്മ ഇപ്പോൾ വീട്ടിലാണ്. അപ്പം ഞാനിവിടുന്ന് അമ്മയും ഞാനും അമ്മടും കൂടി വൈകുന്നേരം പോയി. ഇങ്ങനെ അവിടെ വിട്ട് വന്നവന് കഞ്ഞി കൊടുത്തിട്ട് ഗ്ലാസിൻ്റെ പകുതി കൊടുത്തിട്ട് പകുതി വെള്ളമാണ് കുടിച്ചത്. അപ്പോൾ തന്നെ വയറൊക്കെ ഉണ്ട് വീർത്ത്. അതിന് അത്ര കുടിച്ചിട്ടില്ല, ആകെ ഒരു ഗ്ലാസിൻ്റെ പകുതി എന്നൊക്കെ പറഞ്ഞാൽ എവിടെ വീർക്കാനാണ്. അത് കുടിച്ചിട്ട് പകുതി കുടിച്ചിട്ടുണ്ടാവില്ല. അതിനുശേഷം ഞങ്ങൾ പോകുമ്പോൾ നമ്മ പറഞ്ഞു നമുക്കവിടെ കാണിക്കാം, പിന്നെ കുഴപ്പമില്ലെങ്കിൽ നാളെ കാണിക്കാൻ മരുന്ന് ഒന്നും കൂടി കുടിച്ച് നോക്കാമെന്ന് പറഞ്ഞു. വണ്ടി പോകുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ സിറ്റ് ഔട്ടിലായിരിക്കണത്, കുളിച്ചിട്ടൊന്നുമില്ല, അതാണ് ഇങ്ങനെ പട്ടന്മാരെ പോലെ. ഓക്കെ, അപ്പം രാവിലെ അവിടെ കാണിച്ച്, അവിടെ കാണിച്ചതല്ല, അപ്പം നമുക്ക് രാവിലെ കാണിക്കാറുണ്ട്. ആയിക്കോട്ടെ, രാവിലെ കാണിക്കാറുണ്ട്. പക്ഷേ നടക്കണില്ല, ഒന്നുമില്ല, ക്ഷീണം കുട്ടിക്ക്, ഭയങ്കര ക്ഷീണം. അമ്മ അടുക്ക് അങ്ങനെ വയ്യാണ്ടായി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാറിഞ്ഞാൽ ആരുടെ അടുത്തേക്കും പോകില്ല. എൻ്റെ അടുത്ത് ഏട്ടൻ്റെ അടുത്ത് മാത്രം നിൽക്കുള്ളൂ. അമ്മ എടുക്കുക. ഇവിടുന്ന് ഞാൻ അവിടെ ബസ് കയറണം, ചേർക്കോട് അങ്ങാടി വരെ എടുത്ത് അവിടുന്ന് ബസ്സിൽ നിന്ന് കൊടുത്ത് വീട് വരെ, എൻ്റെ വീട്ടിലെത്തിയിട്ട് അവന് ആരോടും മിണ്ടണില്ല, എല്ലാവരോടും ദേഷ്യവും ഒക്കെ. പിന്നെ കുട്ടിക്ക് ക്ഷീണം അങ്ങനെയായി. അങ്ങനെ പിന്നെ ഞങ്ങൾ വരുമ്പോൾ എന്തായാലും കാണിക്കാൻ പറഞ്ഞിട്ട് വരുമ്പോൾ നമ്മളാണെങ്കിൽ ചീട്ടൊന്നും എടുത്തിട്ടില്ലായിരുന്നു. ചീട്ടൊക്കെ ഇവിടുന്ന് ശ്രീമോളോട് ഫോട്ടോ എടുത്തിട്ട് ശ്രീമോൾ വാട്സപ്പ് ചെയ്ത് തന്ന് അങ്ങനെ നമ്മൾ അവിടെ കാണിച്ച്, പീഡിയാട്രിഷനെ കാണിച്ച്. തലേദിവസം കാണിച്ചതാണ്, പക്ഷെ പീഡിയാട്രിഷന് വേറെ ചീട്ടെടുത്ത് കാണിച്ച് ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞ് ഇങ്ങനെ ഗ്യാസ് നിറഞ്ഞിട്ടേ നമ്മൾ ഈ തലയ്ക്ക് പറ്റിയെന്ന് പറഞ്ഞില്ലേ, തലയ്ക്ക് സ്റ്റിച്ചിട്ട അവിടെ സ്റ്റിച്ചിട്ട് അവിടെ ഇതായിപ്പോയി. നമ്മൾ മരുന്ന് ആൻറ്റിബയോട്ടിക് തന്നപ്പോഴേ ഒരു ഇതിൻ്റെ മരുന്ന് തന്നില്ല, ഗ്യാസിൻ്റെ മരുന്ന് തന്നില്ല. പിന്നെ കുട്ടികൾക്ക് അങ്ങനെ ഗ്യാസിൻ്റെ മരുന്ന് കൊടുക്കലുമില്ല, അതുകൊണ്ടായിരിക്കും ഗ്യാസിൻ്റെ മരുന്ന് എഴുതി തന്നില്ല. കുട്ടി ഇത് കഴിച്ചിട്ട് ഇങ്ങനെ ആയിപ്പോയി, ആൻറ്റിബയോട്ടിക് അല്ലേ അത് കുടിച്ചിട്ട്, അതുകൊണ്ടാന്ന് പറഞ്ഞു ഡോക്ടർ. തലേ ദിവസം എഴുതി തന്ന മരുന്ന് എന്താ, കൊടൽപ്പീരീൻ്റെ ആണ് മരുന്ന്. എന്നാൽ എന്തൊക്കെയോ പറഞ്ഞു, എനിക്ക് മനസ്സിലായിട്ടില്ല പറഞ്ഞ കറക്റ്റ്, ഞാൻ അന്തം വിട്ടുപോയി. കൊടൽപ്പിരീൻ്റെ മരുന്ന് ആണ്, അത് കഴിക്കേണ്ടി. ഇനി 2 മരുന്ന് നമ്മൾ വെറുതെ തലേ ദിവസം വാങ്ങിച്ച് 200 സംതിങ്ങോ 300 സംതിങ്ങോ 400 അങ്ങനെ എന്തോ ആണ്. ആ 2 ബോട്ടിൽ വെറുതെ, അത് വേണ്ട, അതിന് ഉപയോഗിക്കേണ്ടത് മാറ്റി ചളിയാണ്. അങ്ങനെ നമ്മൾ ഇത് വേറെ മരുന്ന് എഴുതി തരാം, പീഡിയാട്രിഷ്യനാണ്. പിന്നെ നമുക്കൊരു സമാധാനം ഉണ്ട്, എന്നാൽ കുട്ടികളുടെ ഡോക്ടറല്ലേ പറയല്ലോ. അങ്ങനെ ഡോക്ടറെ കാണിച്ച് നമുക്കൊന്നൊരു ട്രിപ്പ് ഇടാം, അതിൻ്റെ കൂടെ 2 ഇഞ്ചക്ഷനും കൂടി കയറിക്കോട്ടായിരുന്നു. അങ്ങനെ ആൾക്ക് സൂചി കുത്തി 2 വട്ടം കുത്തി, വെയിനൊന്നും കിട്ടിയില്ല, അങ്ങനെ കുത്തി. അങ്ങനെ ഗ്ലൂക്കോസ് കയറ്റി. ഗ്ലൂക്കോസിന് പറഞ്ഞാൽ ഇതിൽ മരുന്ന്, ഗ്ലൂക്കോസിൻ്റെ കുപ്പീൻ്റെ പകുതി കയറ്റിയാൽ മതിയായിരുന്നു. ചെറിയ കുട്ടിയല്ലേ, ഒരു മരുന്ന് കയറാനുള്ള. അപ്പോൾ പകുതി, ആ വലിയ കുപ്പീൻ്റെ പകുതി കയറ്റിയാൽ മതി. അതുപോലെ ഇഞ്ചക്ഷൻ അതിനുള്ളിൽ കൂടെ തന്നെ ഐ വി തന്നെ കൊടുത്തു വിട്ടിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് പോകുന്നു. അപ്പോൾ ആൾ ഉഷാറായിട്ടോ, കുറച്ചുകൊണ്ട് ഉറങ്ങി. നമ്മൾ 1 മണി ഒക്കെ ആയപ്പോൾ നമ്മൾ അവിടുന്ന് പോകുന്നു. 1 മണി 1:30 ആയിട്ടുണ്ട്. അവിടുന്ന് പോകുന്നു. ഇവിടെ വന്ന് ആൾ പിന്നെ കുറച്ചൊരു ആക്റ്റീവായി, വയറൊക്കെ കുറഞ്ഞ്. ആ മരുന്നാണെങ്കിൽ മെല്ലെ ഓരോ തുള്ളി മെല്ലെയാണ് ഇരിക്കുന്നത്. മരുന്നൊക്കെ കുടിച്ച ആളങ്ങനെ ഉണ്ട്. കുറച്ച് നേരം അങ്ങനെ കിടന്ന് അവിടെ ആ മരുന്നുകൊണ്ട് കയറിയപ്പം കുറച്ചൊരു ആശ്വാസമായി. പിന്നെ അവിടുന്ന് അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു. ആൾക്ക് കഞ്ഞി എപ്പോഴും ആൾ കുടിക്കുന്നില്ല, കഞ്ഞി 2 സ്പൂൺ കുടിച്ച്. വയറൊക്കെ കുറയുന്നുണ്ട് കേട്ടോ, വയറ് അത്രയ്ക്ക് ഇല്ലായിരുന്നു, നമ്മൾ കൊണ്ടുപോയി അത്ര വയറൊന്നും ഇല്ലായിരുന്നു. പിന്നെ ആൾക്ക് ഉറക്കം വരുന്നുണ്ട് എന്നിങ്ങനെ പറയുന്നത്, ക്ഷീണിച്ചു പോയി കുട്ടി, നല്ല ക്ഷീണിച്ചു പോയി. അങ്ങനെ പിന്നെ ഡോക്ടറെ പിന്നെ അതൊക്കെ മരുന്നൊക്കെ കുടിച്ച് പിന്നെ ആളെ ഉറങ്ങി, നല്ലോണം ഉറങ്ങി. ഇപ്പോൾ രാവിലെ എണീച്ച്
അതിൻ്റെ ഇടയിൽ നമുക്ക് അവിടെ അടുത്ത ആൾ വന്നിട്ട് നമ്മുടെ വീട് പണി നമ്മൾ നിശ്ചയിച്ചിൻ്റെ വീട് എടുക്കുന്നുണ്ട്, കാണിച്ചുതരാം. കണ്ട കുറേ ആയിട്ട് നമ്മളെ വീഡിയോ ഒന്നും കാണാത്തതുകൊണ്ട് ഒന്നും നിങ്ങൾ കാണുന്നുണ്ടാവില്ല. ഇപ്പോൾ വൈറ്റ് വാഷൊക്കെ തുടങ്ങിയിട്ടോ, തേപ്പൊക്കെ കഴിഞ്ഞ് വൈറ്റ് വാഷ് ആണ്. വൈറ്റ് വാഷ് എന്നുള്ളതിന് പറയുക ആയിരിക്കും. ഓക്കെ, അതാണ്. അപ്പം അതിൻ്റെ പണിക്കാരൊക്കെ ഉണ്ട് ഇവിടെ. ഇങ്ങനെ തേപ്പ് സൈഡിൽ ഇനിയും തേക്കാനൊക്കെ ഉണ്ട്. മഴയൊക്കെ അല്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് മുഴുവൻ തേക്കാനൊന്നും കഴിഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഓരോ ഭാഗം ഇങ്ങനെ സെറ്റാക്കണം, ഓരോ ആൾക്കാർ, കുറേ പണിക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ രാവിലെ എണീച്ച ആൾ അപ്പം വേണമെന്നൊക്കെ പറഞ്ഞാൽ അപ്പമൊക്കെ കഴിച്ച്. പിന്നെ ആൾക്ക് ക്ഷീണമാണ്, ഇപ്പോഴും ഉറങ്ങാണ്. രാവിലെ എണീച്ച തന്നെ ഒരു 8:30-9 മണിയൊക്കെ ആവാനായിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും കിടന്നുറങ്ങി. ഇപ്പോൾ സമയം 12 ആവണുള്ളൂ കേട്ടോ. 11:30 ആകുമ്പോൾ വീണ്ടും ഉറങ്ങി. അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉറങ്ങൽ തന്നെ ഇല്ല ആൾ. പിന്നെ ഉച്ചയ്ക്കൊക്കെ ചിലപ്പോൾ ഉറങ്ങി അങ്ങനെയൊക്കെയാണ്. അപ്പോൾ വലുതാവില്ല, അപ്പോൾ ഉറക്കമൊക്കെ കുറവാണ് ആൾക്ക്. ഞാൻ ഇന്നലെ വന്ന് പിന്നെ രാവിലെ എണീച്ചപ്പോൾ എനിക്ക് ഉറക്ക് ശരിയാവില്ല. അത് കണ്ണൊക്കെ എന്തോ ഉറക്ക് ക്ഷീണം പോലെ. ഞാൻ അവിടെ കിടക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ വീഡിയോ എടുത്തിട്ട്, നമ്മൾ വീഡിയോ ഹോസ്പിറ്റലിൽ പോയ വീഡിയോ ഒക്കെ ഉണ്ട്, ആ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എന്താണ് കാരണം എന്ന് എല്ലാവരും ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ ഞെട്ടിപ്പോവില്ലേ, അതുകൊണ്ട് കാരണം നമ്മൾ പറയാൻ വന്നതാട്ടോ. കുറേ ആയി വീഡിയോ ഒക്കെ ഇങ്ങനെ ഇതായി വരണം. നമുക്കൊന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അമ്പുടൂനായിട്ട് വയ്യാണ്ട് തന്നെ കൊണ്ടുപോകൽ തന്നെയായിരുന്നു. ഫുള്ള് കുട്ടിക്ക് വയ്യാണ്ട് ഇങ്ങനെ ആയിട്ട് ഫുള്ള് വയ്യാണ്ട് ആവൽ തന്നെയായിരുന്നു. അപ്പോൾ നമുക്കും ഈ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളെ മക്കൾ ഇങ്ങനെ വയ്യാണ്ടിരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനാണെങ്കിൽ ഓഫീസിൽ ഇപ്പോൾ പോകലില്ല. ഇപ്പോൾ ഒന്നര ആഴ്ച ഇപ്പോൾ ലീവാണ്. ഇനിയിപ്പോൾ മൺഡേ മുതൽ പോകണം. അങ്ങനെയൊക്കെയാണ്. അപ്പം ഇങ്ങനെയൊക്കെയായിരുന്നു കുറേ പ്രശ്നങ്ങളെല്ലാം ഇങ്ങനെ അസുഖങ്ങൾ ഒന്നിടുമ്പോൾ ഒന്നായിട്ട് കുട്ടിക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം അതൊക്കെയാണ്. ഇപ്പം ഇവിടെ ആരും ഇല്ല കേട്ടോ, ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനും അമ്മടും മാത്രമേ ഉള്ളൂ. അമ്മയ്ക്ക് പണി തുടങ്ങിയിട്ടുണ്ട്, തൊഴിലുറപ്പ്. അമ്മ പോയിട്ടുണ്ട്, ടാട്ടൻ പോയിട്ടുണ്ട്, അകിയും പോയിട്ടുണ്ട് കേട്ടോ. അച്ഛൻ പണിക്ക് പോയി. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഷാരു ഇവിടെ ഇല്ല, ഷാരു വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. അവിടെയാണ് മോളും ഷാരുവിടെ വീട്ടിലാണ്. വന്നിട്ടില്ല, ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് ആളെത്തും. അങ്ങനെയൊക്കെയാണ് നമ്മൾ. ഇപ്പോൾ സമയം 12 ആവാനായി. ഫുഡ് കഴിക്കണം. അമ്പളൂന് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ഉറങ്ങി ഒന്ന് സെറ്റായിക്കോട്ടെ എന്ന് വിചാരിച്ച്. പക്ഷെ നല്ല ക്ഷീണം അങ്ങോട്ട്, ഉറങ്ങിയാൽ തന്നെ കുറേ ക്ഷീണം കിട്ടും. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കുറച്ച് ചായയൊക്കെ കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ മറ്റേ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ നമ്മളെ ചോറ് വെച്ചാൽ, അത് കുറച്ച് ഗ്ലാസ്സിൽ കുറച്ച് കൊടുത്ത് പകുതി കുടിച്ച്. അങ്ങനെയെങ്കിലും ക്ഷീണം പോയിക്കോട്ടെ എന്ന് വെച്ച് പകുതി അങ്ങനെ നമ്മൾ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അയ്യോ, അപ്പം അങ്ങനെയൊക്കെയാണ്. ചിലപ്പോൾ ഇങ്ങനെ ഓരോന്ന് വന്നുകൊണ്ടേയിരിക്കും കുട്ടിക്ക്. ഒന്ന് മാറുമ്പോൾ ഒന്ന് എന്താണെന്ന് ഒരു പിടിയില്ല. ഇനി കുളിക്കണം. തിരുമ്പിയതുണ്ട് വാഷിംഗ് മെഷീനിൽ, അപ്പോൾ അതൊക്കെ ഒന്ന് ചിക്കിടണം. തിരുമ്പാനുണ്ട്, അതുപോലെ തിരുമ്പാനുണ്ട്, അതൊക്കെ മറന്നു. കുട്ടിക്ക് വയ്യാത്തതുകൊണ്ടേ ഫുള്ള് അവൻ്റെ പിന്നാലെയായിരുന്നു. അപ്പോൾ നമുക്കിന്ന് ആ വീഡിയോയ്ക്ക് പോകാം. ഓക്കേ.
വെയിലായ പോലെ അല്ലേ തോലിട്ടിട്ടാ അങ്ങോട്ട് നല്ല കാണാൻ കിട്ടും ഈ കാട് കൊണ്ട പോലെ. അപ്പോൾ നമ്മളിതാ തിരുമ്പലും കാര്യങ്ങളൊക്കെ കഴിക്കട്ടെ. അമ്പ് ഉറങ്ങുന്ന സമയത്താണ് ഞാൻ വേഗം 2-3 തിരുമ്പാണ്ടായിരുന്നു, ബാക്കിയൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടതാണ്. നല്ല ഡ്രസ്സുകളൊക്കെ ഒന്ന് നമ്മൾ കല്ലുമ്മട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തിരുമ്പാൻ അത്രയേ ഉള്ളൂ കേട്ടോ. ബാക്കിയുള്ള വാഷിംഗ് മെഷീനിൽ ഇട്ടിരിക്കും. അപ്പോൾ പിന്നെ അതൊന്നും നമുക്ക് ഇടാൻ പറ്റില്ലല്ലോ, അതൊക്കെയാണ്. അപ്പം ഞാനവിടെ നമ്മളടുത്തുള്ള നിശേഷിനോടൊക്കെ ഓരോ വർത്താനൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ തിരുമ്പലൊക്കെയാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ജലനിധിയാണ് കേട്ടോ. എൻ്റെ വീട്ടിലൊക്കെ അവിടെ മറ്റേ കിണറിൽ നിന്നുള്ള വെള്ളം, ഇതിപ്പം നമുക്ക് ജലനിധി, ഇവിടെ ജലനിധിയാണ്. പറഞ്ഞാൽ കിണറിൽ വെള്ളം കുറയുമ്പോൾ നമുക്ക് ഈ ടാങ്കിൽ പിടിച്ച് വെക്കുക ചെയ്യാം. ഒരു പൈപ്പ് ഉണ്ട്, ആ പൈപ്പിനെ ഇട്ടിട്ട് നമ്മൾ ഈ ടാങ്കിൽ പിടിച്ച് വെക്കുകയാണ് ചെയ്യുക. അതാണ് ഞാൻ ഈ ടാങ്കിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കുന്ന കുനിയുന്ന കേട്ടോ. പിന്നെ നമ്മൾ അപ്പുറത്തൊരു ടാങ്ക് ഉണ്ട്, അതിൽ നിന്ന് സാധാ വെള്ളം അടിച്ചിട്ട് അതൊന്നും എടുക്കും, ഇതൊന്നും എടുക്കും കേട്ടോ. നമ്മൾ കുളിക്കാനൊക്കെ നമ്മളെ കിണറത്തെ വെള്ളമാണ്. തല നനയ്ക്കാൻ, നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ, നമ്മളെ കുളിക്കാനുള്ള വെള്ളമൊക്കെ അമ്മ പറയില്ല പണ്ടൊക്കെ ഈ ജലനിധിയുടെ വെള്ളം കൊണ്ടാണ് കുളിക്കാറ്, തല നനയ്ക്കാറെന്ന്. പക്ഷെ ഞാനത് ഉപയോഗിക്കാറില്ല കേട്ടോ. ഈ ജലനിധീൻ്റെ വെള്ളം ഉപയോഗിച്ചാൽ മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കലൊന്നുമില്ല. ഞാൻ നമ്മളെ കിണർ വെള്ളം തന്നെയാണ് കേട്ടോ ഉപയോഗിക്കാറ്. അങ്ങനെ അതൊക്കെ തിരുമ്പലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ ഒലുമ്പിയിടുകയാണ് കേട്ടോ. ഒലുമ്പിയിട്ട് ജസ്റ്റ് നല്ല വെയിലും ഉണ്ട് ഇപ്പം, മഴയൊക്കെ ഒന്നുകൊണ്ട് കുറഞ്ഞപ്പം നല്ല വെയിലായി. അപ്പോൾ പിന്നെ തിരുമ്പലൊക്കെ വേഗം ഇതിൻ്റെ കൊണ്ട് ഇട്ടാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അപ്പം ഇനിയിപ്പോൾ അധികം സമയമൊന്നും ഉണ്ടാവില്ല അമ്പുടൂന്. അവൻ നീച്ച് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ കൂടെയായി, അവന് കഞ്ഞി കൊടുക്കലായി, പിന്നെ അവൻ്റെ ഓരോ കാര്യങ്ങളായിട്ട് അങ്ങനെ പോകും. അപ്പോൾ ഞാൻ വേഗം എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്നുകൊണ്ട് തീർത്ത് കുളിച്ച് ഫ്രഷായി ചോറൊക്കെ തിന്ന് കുറച്ചേരം റെസ്റ്റ് എടുക്കാമല്ലോ, ഉച്ചയ്ക്ക് കുറച്ച് കിടക്കണം എന്നൊക്കെ തോന്നും കേട്ടോ വീട്ടിലിരിക്കുമ്പോൾ. എല്ലാത്തും പിന്നെ നമുക്കതിന് പറ്റിയില്ലല്ലോ. ബാക്കിയുള്ളതൊക്കെ ഞാൻ വാഷിംഗ് മെഷീനിൽ തിരുമ്പിയതാണ് കേട്ടോ. അതാണ് അവിടെ ചിക്കിട്ടത്. വാഷിംഗ് മെഷീനിൽ തിരുമ്പിയിട്ട് ജസ്റ്റ് ഒന്ന് വെയിലുള്ളാൻ വേണ്ടി ചിക്കിയിട്ടിരിക്കുക കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ്. പിന്നെ ആരുമില്ലാത്തതുകൊണ്ടുള്ള മൂകതയിലാണ് നമ്മളിരിക്കുന്നത്. പിന്നെ ഇതാ കാറിൻ്റെ മേലെ കുറേ ഇട്ടിട്ടുണ്ട്, കുഞ്ഞു കുഞ്ഞ് പീസുകളൊക്കെ ഞാൻ കാറിൻ്റെ മേലെ ഇട്ടിട്ടോ. നല്ല ഷീറ്റ് ചൂടാകുമ്പോൾ കാറ് നല്ല ചൂടാവും. അപ്പം ആ ഒരു ഇതിൽ നല്ല ഉണങ്ങിക്കോളും. ഇനി അഥവാറ്റ മഴ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം കൂടി എടുത്താൽ നമുക്കിടാൻ കഴിയില്ലല്ലോ. അതൊക്കെയാണ് കേട്ടോ. പിന്നെന്താ, ഇനി അങ്ങോട്ട് നല്ല നല്ല വീഡിയോസായിട്ട് വരണം. നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ, എന്ത് വീഡിയോ ആണ് ചെയ്യേണ്ടത്, കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഇതൊക്കെയാണ് നമ്മളെ പ്രശ്നം. നമുക്ക് വീഡിയോ ചെയ്യാൻ ഒന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇനി ഞാൻ വിചാരിച്ചു ഇനി കുളിച്ചിട്ട് ഒന്നങ്ങോട്ട് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം കിടക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു ഹെയർ കെയറാണ് കേട്ടോ, അത് ഹെയർ കെയറാണ്. അപ്പം നമ്മൾ കുളിക്കുന്നതിൻ്റെ മുന്നേ ചെയ്യുന്ന ഒരിതാണ്. ഇതെന്താണ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി, ഞാനിതിൻ്റെ വീഡിയോസ് വഴിയേ വരുന്നതാണ് കേട്ടോ. നല്ല നല്ല വീഡിയോസ് ഞാൻ അയച്ചു തരുന്നുണ്ട്, ഇടണ്ട് കേട്ടോ. പിന്നെ ഇനി ഫുഡ് കഴിക്കണം. സമയമാവുന്നേ ഉള്ളൂ, 10:15 ഒക്കെ ആയിട്ടുള്ളൂ. ഞാൻ കുളിക്കലൊക്കെ ഒന്നുകൊണ്ട് കഴിഞ്ഞാൽ, കുളിക്കാൻ മീൻസ് രാവിലെ കുളിക്കുക അങ്ങനെയൊന്നുമില്ല കേട്ടോ. ചിലപ്പം 12 ആവും, 1 മണിയാവും, ചിലപ്പോൾ വൈകുന്നേരമാവും. എനിക്ക് തോന്നുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ 2 ദിവസമായിട്ട് കുളിച്ചിട്ടില്ല. അപ്പോൾ അതൊന്ന് നേരത്തെ കുളിച്ചാൽ ഒരു ആശ്വാസം കിട്ടുമല്ലോ നമുക്ക്. അതിന് വേണ്ടിയിട്ട് ഒരു 10:30 ഒക്കെ ആകുമ്പോൾ കുളിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അതാണ് നമ്മളെ കാണുന്നത്. ഇപ്പോൾ നല്ല വെയിലാണ്, അടിപൊളി വെയിലാണ്. ഞാൻ എന്താ പറയുന്നത് എനിക്കെന്നറിയില്ല. ഞങ്ങൾ കാണിക്കുക അവിടെ നമ്മൾ ഡ്രസ്സൊക്കെ ചിക്കണമെന്നുള്ളത് കാണിക്കുകയാണ് കേട്ടോ. ഇനി നേരെ വാതിലടച്ച് പോയി കുളിക്കുക. കുളിച്ചതിന് ശേഷമുള്ള വീഡിയോസ് കാണിച്ചു തരാം. ഓക്കേ. ഉണങ്ങിയ ഡ്രസ്സാട്ടോ. പാവൻ്റെ കുട്ടിയുണ്ടോ, നല്ല ഉറക്കമാണ് കേട്ടോ. AC ഒക്കെ ഇട്ട് കൊടുത്തിരിക്കുകയാണ്, നല്ല ചൂടാ റൂമിൽ. അപ്പം കുറച്ച് നേരം നാളെ ഉറങ്ങിക്കോളും പാവം. ഗൈസ്, അപ്പം എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടോ. കുളി കഴിഞ്ഞ് ഇനി ഫുഡ് കഴിക്കണം. ഇപ്പോൾ സമയം 1:30 ആയിട്ടുണ്ട്. ഞാൻ ഫോണ് കണ്ട് റീല് കണ്ട് ഇങ്ങനെ ഇരുന്ന് പോയി. അപ്പോൾ വിശക്കുന്നുണ്ട്. അപ്പം നമുക്ക് പോയി ഫുഡ് കഴിക്കാം.
ഫസ്റ്റ് നമുക്ക് ചോറെടുക്കാം. കറി അപ്പോൾ അതാ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം ഉറങ്ങിയിട്ടോ. പിന്നെ അമ്പുട് എണീച്ചത് 4 മണിക്ക് അമ്പുട് എണീച്ചത്. അപ്പോൾ അവന് ദോശ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്തതാണ് കേട്ടോ. ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് പിന്നെ ഏട്ടൻ വന്ന് ഏട്ടന് ചായക്ക് കൊടുത്ത് പിന്നെ നമ്മൾ നേരെ ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ കാര്യങ്ങളായിട്ട് അങ്ങനെ പോന്നു കേട്ടോ. അപ്പോൾ അതാ അമ്പുട് നല്ല ചിരിക്കുന്നുണ്ട്. ആളിപ്പോൾ ഓക്കെ ആയിട്ടോ. അപ്പോൾ മരുന്നൊക്കെ കുടിച്ച് ആൻറ്റിബയോട്ടിക്കൊക്കെ ഉള്ളിലേക്ക് ചെന്നപ്പം ആൾ ഓക്കെ ആയി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ, ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. പുതുതായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബായ്.